ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ശനി ജയന്തിയാണ്. വൈശാഖ മാസത്തിലെ അമാവാസിയിലാണ് സാക്ഷാൽ ശനി ഭഗവാൻ ജനിച്ച ദിവസമായിട്ട് കണക്കാക്കി ശനി ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതെല്ലാ വർഷവും വരുന്നതാണ്. പക്ഷേ ഈ വർഷത്തെ പ്രാധാന്യം എന്താണ്? വൈശാഖ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ശനിയാഴ്ചയോടു കൂടി ചേർന്ന് നമുക്ക് ശനി ജയന്തി വന്നിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഫലമുണ്ട്. ഒരു മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ വളരെയധികം ഊർജം നിറഞ്ഞതായിരിക്കും എന്നാണ് പറയുന്നത്. ആ മാസത്തിലെ തുടക്കവും ഒടുക്കവും പൗർണമി കർത്തവാവ് വന്നു കഴിഞ്ഞാൽ അതിന് 100 ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നാളെ നവഗ്രഹങ്ങളിൽ പ്രധാനിയും നീതിയുടെയും കർമ്മഫലത്തിൻ്റെയും അധിപനുമായ ശനിദേവൻ്റെ ജന്മദിനമാണ്. ശനി ജയന്തി അഥവാ ശനൈശ്വര്യ ജയന്തിയൊക്കെ ഇതറിയപ്പെടും. 2026 മെയ് 16 ശനിയാഴ്ച വന്നിരിക്കുന്ന ഈ ശനി ജയന്തി വളരെ ഓസ്പീഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അതുമാത്രവുമല്ല, ശനിയാഴ്ചയും അമാവാസിയും ഒത്തുവന്നിരിക്കുന്ന അപൂർവവും വിശേഷവുമായ ഒരു ദിനമാണ് ഇതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കർത്തവാവിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും വൈശാഖ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമായ നാളെ എന്തൊക്കെ ചെയ്യണമെന്നുമുള്ള വീഡിയോ ഞാൻ ഓൾറെഡി രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവരൊക്കെ അത് പോയി കാണണം. കാരണം വൈശാഖ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഭഗവാനെ നമ്മൾ വിളിച്ചില്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ശനി ജയന്തിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നമുക്കറിയാം, ഭഗവാൻ സൂര്യൻ്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനിദേവൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ കർശനമായ കർമ്മഫലം നൽകുന്ന ന്യായാധിപനാണ് ശനി ഭഗവാൻ. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ ശനി ഭഗവാനെ നമ്മൾ കണക്കാക്കുന്നതും. ശനിദേവനെ ആരാധിക്കാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് വൈകുന്നേരമാണെന്നാണ് പറയുന്നത്. കാരണം ഇരുട്ടും തോറും ശനിക്ക് ശക്തി കൂടുമത്രേ. ഒരുപാട് പേര് ഭയക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ നാളിൽ ശനിദശ തുടങ്ങുമ്പം, അല്ലെങ്കിൽ 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഒരുപാട് പേർക്ക് പേടിയാണ്. നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ശനി ഭഗവാൻ നമ്മളെ അധികം കഷ്ടപ്പെടുത്തുകയൊന്നുമില്ല. ശനി ഭഗവാനെ പേടിക്കരുത്. നമ്മൾ വീണ് പോകുന്നത് അവിടെയാണ്. ഇപ്പം കണ്ടകശനി, 7ര ശനി, അഷ്ടമശനി ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശനിയെ പേടിക്കാതിരിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാന് മുൻപിൽ കൈകൾ കൂപ്പി തല കുനിച്ചു നിന്ന്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു ഭഗവാനെ, നീ എനിക്ക് അതിനൊത്ത ശിക്ഷ തന്നാലും അത് എന്നെ ധൈര്യപൂർവ്വം എനിക്ക് നേരിടാനുള്ള കരുത്ത് തരണമെന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇനിയിപ്പം 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അതിന് പറ്റിയൊരു ദിവസമാണ്. ശനി ഭഗവാനെ നമ്മൾ പാദങ്ങളിൽ വീണ് നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് നമുക്ക് നല്ലത് തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ദിവസം. ഏതൊരു വ്യക്തിയുടെയും ജന്മദിന ദിവസം ആ വ്യക്തികൾ സന്തോഷവാന്മാരായിരിക്കും. ഇവിടെ ശനിദേവനും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കറിയാം, ശനിദോഷം എന്ന് പറയുന്നത് കഠിനമാകുന്ന ഒരു സമയം. ജാതകവശാൽ ശനി ഭഗവാന്റെ അപഹാരം നമുക്ക് നടക്കുന്ന സമയമാണ്. പിന്നെയുള്ളത് ഗോചരത്തിലുള്ള 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി. ഇതിൽ 7ര ശനി കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നൊരു കാലമാണ്. നമുക്ക് കണ്ടകശനി വന്നാലും അഷ്ടമശനി വന്നാലും 2.5 വർഷക്കാലം അതിനെ അതിജീവിച്ചാൽ മതി. പക്ഷേ 7ര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ കിടന്ന് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളായിരിക്കും. അവസാനത്തെ 2.5 വർഷമാണ് നമുക്കൊരു നല്ലത് കിട്ടുകയുള്ളൂ. അതിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ 7ര ശനി, അഷ്ടമശനി, കണ്ടകശനി സമയങ്ങളിൽ ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകും. ജോലി, ബന്ധങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് വിരക്തി, ക്ഷേത്രദർശനം പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കള്ളക്കഥകൾ, ചിലവർ നമ്മളെ കള്ളന്മാരാക്കി മുദ്ര കുത്തും. ചിലർ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധം പ്രശ്നമാകും. 4, 7, 10 ഭാവങ്ങൾ. അപ്പോൾ ഓരോ ഭാവങ്ങൾ 4-ൽ വരുമ്പോൾ ഇന്നതാണെങ്കിൽ 7-ൽ വരുമ്പോൾ മറ്റൊന്നായിരിക്കും. അത് തൊഴിൽ, വിവാഹം,
കള്ളക്കേസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി പോകും. അത് നമ്മുടെ കർമ്മദോഷമാണത്. പിന്നെ ഉടച്ച് പിഴിഞ്ഞ് നമ്മളെ ശനിദേവൻ വാർത്തെടുക്കുക എന്നുള്ള ഒരു രീതിയും കൂടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യണം? നാളെ സൂര്യ ഉദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നമ്മൾ വ്രതമെടുക്കുക. ശനി ഭഗവാന് വേണ്ടിയിട്ട്, ഇപ്പോൾ ശനിദോഷം, കണ്ടകശനി, അഷ്ടമശനി പോലെയുള്ള കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിലും, കുറച്ച് നാൾ കഴിയുമ്പം കണ്ടകശനി, അഷ്ടമശനിയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പോഴേ പ്രാർത്ഥിച്ചോളുക. നമുക്കൊരു നേരം അരിയാഹാരം കഴിക്കാം, അത് ഉച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ബാക്കിയുള്ള 2 നേരം അരി ഒഴിച്ചുള്ള ഗോതമ്പ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പാല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. എന്നിട്ട് നമ്മൾ കഴിയുന്നത്ര ശനി ഭഗവാന്റെ ശം എന്നുള്ള ഭഗവാന്റെ മന്ത്രം, ശം, ഞാനിവിടെ ശം എന്നുള്ളത് എങ്ങനെയാണെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ആ ഒരു മന്ത്രം നിങ്ങൾ നാളത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചു കൊള്ളുക. അതേപോലെ ഇപ്പം ശനി ദോഷം, കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ശനി ദശയൊക്കെ ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ശനിയാഴ്ച മുതൽ തുടർച്ചയായ എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്കിത് തീരുന്നത് വരെ വ്രതം എടുത്തോളുക. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പം കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങൾ ശനി ഭഗവാൻ തട്ടിക്കളയും. ചിലപ്പോൾ നിങ്ങൾക്കൊരു കേസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവുമായിട്ടോ ഭാര്യയുമായിട്ടോ ഒരു വഴക്ക് വരുന്നു, കൂടപ്പിറപ്പുകളുമായിട്ട് പ്രശ്നം വരുന്നു, നമ്മളെ ആരെങ്കിലും ചതിക്കാൻ നോക്കും. കാരണം ആ സമയത്തൊക്കെ ചതിയെന്ന് പറയുന്നത് നമ്മളെ പെട്ടെന്ന് ചതിയിൽ വീഴ്ത്താൻ പറ്റും. ജോലിയിൽ പ്രശ്നങ്ങൾ വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മളെ അതിൽ നിന്നും തട്ടി മാറ്റാൻ ഈ വ്രതത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച വ്രതം എടുത്തുകൊള്ളൂ എന്ന് ഞാൻ പറയുന്നതിന് പിന്നിലെ കാരണം. ഇപ്പോൾ കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്രയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെയൊക്കെ എല്ലാ ശനിയാഴ്ചയും ആണുങ്ങൾ വ്രതമായിരിക്കും. അത് ഈ ശനിയാഴ്ച വ്രതം എടുക്കുകയും ചെയ്യും. അവർ ശനിദേവൻ്റെ ക്ഷേത്രത്തിലും അതേപോലെ ഹനുമാൻ ടെമ്പിളിലും പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവർക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അന്നത്തെ ദിവസം ക്ഷേത്രങ്ങളിൽ പോയാൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. നാളത്തെ ദിവസം വീടിനടുത്തുള്ള നവഗ്രഹ ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് ശനിദേവനെ പോയി കണ്ട് ഭഗവാന് നമുക്ക് നല്ലെണ്ണ, അതേപോലെ തന്നെ കറുത്ത ഉഴുന്ന്, നല്ല നീല കളറിലെ പട്ട്, ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിന് ജലം സമർപ്പിച്ച്, നാളെ അത് മസ്റ്റായിട്ട് ചെയ്യണം. സൂര്യ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള ഒരു 10 മിനിറ്റ് മുൻപിനുള്ളിൽ ഈ ഒരു കാര്യം നാളെ ചെയ്തിരിക്കണം. അതായത് ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിനടുത്ത് പോയി ആൽമരത്തിന് ജലം സമർപ്പിച്ച് നല്ലെണ്ണ കൊണ്ട് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വരത്തക്ക രീതിയിൽ ഒരു ദീപവും കൊളുത്തി വെച്ച് ആൽമരത്തിന് 7 പ്രാവശ്യം പ്രദക്ഷിണവും ചെയ്യണം. ഇത് ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി ജാതകത്തിലെ ശനിദശ നടക്കുന്നവർ എല്ലാ ശനിയാഴ്ചയും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നാളത്തെ ദിവസം ശിവക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലോ ഗണപതി ക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ ഈ 4-ൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി, ശിവഭഗവാന്റെ ക്ഷേത്രത്തിലാണെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ജലധാര നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിക്കാണെന്നുണ്ടെങ്കിൽ വെറ്റിലമാലയോ സിന്ദൂരവോ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗണപതി ഭഗവാനാണെങ്കിൽ തേങ്ങ ഉടയ്ക്കാം, അതേപോലെ തന്നെ കറുകപ്പുല്ല് സമർപ്പിക്കാം. അയ്യപ്പ സ്വാമിക്കാണെങ്കിൽ എള്ള് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊക്കെ ശനി ദോഷ നിവാരണമാണ്. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റെന്ന് പറയുന്നത്, ശനി ഭഗവാൻ പണക്കാരെ നോക്കിയല്ല സന്തോഷിക്കുന്നത്, പകരം ഒന്നുമില്ലാത്ത പ്രത്യേകിച്ച് വികലാംഗരെ, താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സന്തോഷിപ്പിച്ചാലാണ് ശനി ഭഗവാൻ സന്തോഷിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ജോലിക്കാരി വരുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ചിലവരുടെ വീട്ടിലെ വാഹനങ്ങൾ കഴുകാൻ വേണ്ടി മാത്രം ജോലിക്കാരുണ്ടാവും, അവരോട് പോലും നാളത്തെ ദിവസം മോശമായിട്ടൊരു വാക്ക് ഉച്ചരിക്കാതിരിക്കുക. അവർക്ക് നാളെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിന് മുൻപിൽ അല്ലെങ്കിൽ ഈ ATM കൗണ്ടേഴ്സിനൊക്കെ മുൻപിൽ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കുപ്പി വെള്ളമോ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമോ വാങ്ങിച്ചു കൊടുക്കുക. അത് ചെയ്യുന്നത് വളരെ വളരെ ശനി ഭഗവാനെ പ്ലീസ് ചെയ്യാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് റോഡ് സൈഡ് തൂക്കുന്നവർ, വികലാംഗരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ നാളത്തെ ദിവസം പൈസയായിട്ട് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വികലാംഗർ
ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കൊക്കെ പണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളത്. അപ്പം അവർക്ക് ധനമായിട്ട് കൊടുക്കുന്നെങ്കിൽ ധനമായിട്ട് കൊടുക്കാം, അന്നമായിട്ട് ദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. പ്രത്യേകിച്ച് ചെരുപ്പ്, വസ്ത്രം, കുട ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യാതൊരു രീതിയിലുമുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നാളത്തെ ദിവസം ഇപ്പം കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ശനിദശ പോലെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കാര്യം. പിന്നെ ഇവിടെ വെളിയിലോട്ടൊക്കെ വന്ന് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര സ്റ്റേറ്റ്സിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനി ദേവക്ഷേത്രത്തിൽ പോയി അവിടെ എള്ളെണ്ണ, കല്ലുപ്പ്, ഉഴുന്ന് ഇതൊക്കെ നമുക്ക് അവിടെ നിന്നുള്ള പൂജാ സ്റ്റോഴ്സിൽ തന്നെ കിട്ടും. അത് വാങ്ങിച്ച് ശനിദേവന് അഭിഷേകം ചെയ്യണം. അത് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ശമെന്നുള്ള ശനി ഭഗവാന്റെ മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്ഥാണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വര്യം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മന്ത്രം ചൊല്ലാം. ഒപ്പം തന്നെ നമുക്ക് ഹനുമാൻ ചാലിസ, ശനി ദോഷ നിവാരണത്തിന് നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഹനുമാൻ ചാലിസ. ശനിയാഴ്ചകളിലെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം. അപ്പം ഇതും നിങ്ങൾക്ക് നാളത്തെ ദിവസം ചെയ്യാവുന്നതാണ്. വളരെ വളരെ എളിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. നാളത്തെ ദിവസം ഈ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശ പോലുള്ള കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ ഒരു കാരണവശാലും ദയവ് ചെയ്ത് നോൺ വെജ് കഴിക്കരുത്. നിങ്ങൾക്ക് നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം ഇറങ്ങില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നാളത്തെ ദിവസത്തെ കാര്യങ്ങൾ: 1, നോൺ വെജ് അവോയ്ഡ് ചെയ്യണം. 2, നമ്മളെക്കാൾ താഴെയുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അന്നദാനം, വെള്ളം, വസ്ത്രം, കൊട, ചെരുപ്പ് പോലെയുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മളവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രം, പ്രത്യേകിച്ച് ശനിദേവനെ നാളത്തെ ദിവസം പോയി കണ്ട് തൊഴുക. ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ശനിയാഴ്ചയാണ് കറുപ്പ് ഡ്രസ്സ് ധരിക്കുക, അതേപോലെ നീല കളറിലെ ഡ്രസ്സ് ധരിക്കുക. ഇതൊക്കെ നമുക്ക് നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റി ഉണ്ടാക്കും. അങ്ങനെയൊന്നുമില്ല. ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സസ് ധരിക്കുക എന്നുള്ളതാണ്. ലൈറ്റ് യെല്ലോ, ലൈറ്റ് പിങ്ക്, ഇങ്ങനെയുള്ള ലൈറ്റ് കളർ, ഡാർക്ക് കളറ് വസ്ത്രത്തേക്കാൾ കൂടുതൽ ലൈറ്റ് കളർ ഡ്രസ്സുകൾ നാളത്തെ ദിവസം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ ശനിദേവനെ പേടിക്കാതിരിക്കുക, അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭഗവാനെ പേടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ നമ്മളെ വിട്ട് ഒട്ടും പോവില്ല. അതുകൊണ്ട് തന്നെ ഭഗവാനെ നമ്മൾ പേടിക്കരുത്. അതേപോലെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം ശനിക്ക് നേരെ നിന്ന് തൊഴരുത്, ശനി ഭഗവാന്റെ കണ്ണിൽ നോക്കി പ്രാർത്ഥിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ വിഗ്രഹത്തെ നോക്കി കണ്ണിൽ നോക്കിയൊക്കെ പ്രാർത്ഥിക്കും. ശനിയുടെ കണ്ണിൽ നോക്കി പ്രാർത്ഥിച്ചാൽ ശനി നമ്മുടെ കൂടെ വരും എന്നാണ് പറയുന്നത്. അതുപോലെ ശനി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയാലും അതുതന്നെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ എളിയ കാര്യങ്ങൾ നാളെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം നല്ല രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.